നമസ്കാരം സുഹൃത്തുക്കളെ, ജോയാണ്. ഞാൻ ഇന്നലെ കണ്ട ഒരു വീഡിയോയെ ബന്ധപ്പെട്ട് രണ്ട് വാക്ക് പറയാനായിട്ട് വന്നതാണ്. അതായത് ഇപ്പോൾ UK-ൽ കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായിട്ട് വന്നതിൽ പ്രധാനപ്പെട്ട ചിലരിൽ ഒരാൾ, ഒരു ഇൻഫ്ലുവൻസറായിട്ട് നിൽക്കുന്ന ഒരു യുവാവ്, അദ്ദേഹം ഇമിഗ്രേഷൻ വിഷയങ്ങളെ പറ്റിയൊക്കെ സംസാരിക്കുന്ന UK-ലെ പല കാര്യങ്ങളെപ്പറ്റിയും പല വിഷയങ്ങളെ എക്സ്പ്ലോർ ചെയ്തെന്ന് പറയത്തക്ക രീതിയിൽ പൊതുജനത്തിനോട് എത്തിച്ചിട്ടുണ്ട്. അദ്ദേഹം അത് കാര്യങ്ങൾ പഠിച്ചാണ് പറയുന്നതെന്ന് നമുക്ക് തോന്നിയിട്ടുണ്ട്. ഒരു വിശ്വാസ്യത വരുന്ന രീതിയിലാണ് അദ്ദേഹത്തിന് കാര്യങ്ങളൊക്കെ അവതരിപ്പിച്ചുകൊണ്ടിരുന്നത്. എന്നാൽ ഇന്നലെ അദ്ദേഹം സംസാരിച്ച ഒരു വിഷയത്തെ കണ്ടപ്പം ആ ഒരു തെറ്റിദ്ധാരണയാണെന്ന് നമുക്ക് തോന്നിപ്പോയി. കാരണം യാതൊരു അറിവുമില്ലാത്തൊരു വിഷയത്തെ, തികച്ചും അജ്ഞമായൊരു വിഷയത്തിനെ അദ്ദേഹം പറയുന്നു. ഒന്ന് ചിന്തിക്കേണ്ടത്, ഇദ്ദേഹമൊക്കെ ഇപ്പം ഇവിടെ വന്ന് വീഡിയോസ് ചെയ്ത് ആളുകളൊക്കെ കണ്ടും കേട്ടും ഒരുപാട് പേര് താല്പര്യപ്പെട്ട് നിൽക്കുന്നത്. ഇപ്പം നമ്മളൊക്കെ അദ്ദേഹത്തിൻ്റെ വീഡിയോ ഒക്കെ കാണുന്നതാണ്. അങ്ങനെ ഒരുപാട് പേര് കേൾക്കുകയും കാണുകയും ചെയ്യുന്ന, അതിനകത്ത് യാഥാർത്ഥ്യങ്ങളൊക്കെ മനസ്സിലാക്കാനും ഒക്കെ വളരെ പോയിൻ്റൊക്കെ ആയിട്ട് ചില കാര്യങ്ങൾ പഠിച്ച് പറയുന്നുണ്ടല്ലോ എന്നൊക്കെ നമ്മൾ വിശ്വസിച്ചിരിക്കുന്ന ചില ആളുകൾ തെറ്റിദ്ധാരണ പരത്തുന്ന രീതിയിൽ സംസാരിച്ച് എന്ത് ചെയ്യും? അപ്പോൾ അത് ഞാൻ പറഞ്ഞു, ഒരു സമൂഹത്തിൻ്റെ മുന്നേ നിന്നിട്ട് വലിയ തെറ്റിദ്ധാരണകൾ പരത്തി സംസാരിക്കുമ്പോൾ കുറച്ച് പേരെങ്കിലും അത് വിശ്വസിക്കും. ആ വിശ്വസിക്കുന്നവരുടെ ജീവിതത്തിലേക്ക് ഈ കൊടുക്കുന്ന നല്ല കാര്യമാണോ ഇത്? അതാണ് നമ്മൾ ചിന്തിക്കേണ്ട ഒരു വിഷയം. അപ്പം ഇതിനകത്ത് ഇദ്ദേഹം ഇന്നലെ സംസാരിക്കുന്നത്, അദ്ദേഹം ക്രിസ്ത്യാനിയാണ്. അപ്പം ക്രിസ്ത്യാനിയാണെന്ന് അദ്ദേഹം പറയുന്നുണ്ട്. ക്രിസ്ത്യൻ പേരിലുള്ള ഒരാളാണ് അദ്ദേഹം. ക്രിസ്ത്യൻ സമൂഹത്തിനെ മൊത്തമായിട്ടെന്നുള്ള രീതിയിലാണത് അത് ബാധിക്കുന്നത്. അദ്ദേഹം പറഞ്ഞൊരു വാക്ക്, അപ്പോൾ അതായത് അത് അവനവൻ്റെ താല്പര്യമാണ്. ഇപ്പോൾ ക്രിസ്ത്യൻ നാമധാരികളായിട്ടുള്ള ആൾക്കാർ, അല്ലെങ്കിൽ ക്രിസ്ത്യാനിയായിട്ട് ജനിച്ച എല്ലാവരും വിശ്വാസം പ്രാക്ടീസ് ചെയ്യുകയോ, ഇപ്പം നമ്മളിവിടെ ഈ വന്ന രാജ്യത്തൊക്കെ എത്രയോ എല്ലാവരും തന്നെ ക്രിസ്ത്യൻ നെയിം ഉള്ളവരാണ്. പക്ഷേ അവർ പറയുന്നത് ഐ എം നോട്ട് പ്രാക്ടീസിങ്. അത് ഓരോരുത്തരുടെ താല്പര്യം അനുസരിച്ചാണ്, ഓരോരുത്തർ വളർന്നു വരുന്ന ബാക്ക്ഗ്രൗണ്ട്, അല്ലെങ്കിൽ ഓരോരുത്തർ ജീവിക്കുന്ന സാഹചര്യം അനുസരിച്ചാണ് ആ വിശ്വാസത്തിലോട്ടൊക്കെ പോകുന്നത്. അപ്പോൾ അതേപ്പറ്റി അവനവന് ചിന്തിക്കാവുന്നുള്ളതല്ല. നമുക്ക് അടച്ച് പറയുമ്പോഴെന്നറിയോ, ഇന്നത്തെ കാലഘട്ടത്തിൽ വിശ്വാസ സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ, മതപരമായ കാര്യങ്ങളൊക്കെ വളരെ ഒരു ബേണിങ് ഇഷ്യൂസാണ്. അതിനെയൊക്കെ നമുക്കങ്ങനെ ചുമ്മാ കൈകാര്യം ചെയ്യാൻ പറ്റത്തില്ല. ആരോപണത്തിൻ്റെ മുനയിൽ കൊണ്ടെത്തിക്കുന്ന, അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് അടിക്കാനായിട്ടൊരു വടി കൊടുക്കത്തക്ക രീതിയിലൊക്കെ, പ്രത്യേകിച്ച് ക്രിസ്ത്യൻ സമുദായം അല്ലെങ്കിൽ വിഭാഗങ്ങൾ, എല്ലാ വിഭാഗങ്ങളും തന്നെ എടുത്തക്ക പറയത്തക്ക രീതിയിൽ എല്ലാവരും പല രീതിയിലുള്ള അക്രമങ്ങൾ പല മേഖലകളിൽ വന്നുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമായത്. ആ സമയത്താണ് മറ്റുള്ളവർക്ക് ഇതേ സമുദായത്തിലൊരാൾ ഞാൻ ക്രിസ്ത്യാനാണെന്ന് എടുത്തു പറഞ്ഞുകൊണ്ട് ഈ പറയുന്ന ആക്ഷേപങ്ങൾ വിളിച്ചു പറയുമ്പോൾ അത് എത്രത്തോളം നമ്മളെ ബാധിക്കുന്നുള്ളത് മനസ്സിലാക്കണം. ഇപ്പോൾ ക്രിസ്ത്യാനികളിൽ തന്നെ ഇപ്പം ഞാൻ കാത്തലിക്കാണ്. ഇപ്പോൾ കാത്തലിക്കുണ്ട്, പെന്തക്കോസ്ത് സമുദായമുണ്ട്, മർക്കോബ, യാക്കോബ, അങ്ങനെ പല വിഭാഗങ്ങൾ, പല ആരാധനാക്രമങ്ങൾ നടക്കുന്നതല്ലേ. ഇപ്പം ഞാൻ താമസിക്കുന്ന ഈ നാട്ടിൽ ഇംഗ്ലീഷുകാരാണെന്നുണ്ടെങ്കിൽ പോലും അവർക്കും ഈ പറഞ്ഞ പല വിഭാഗങ്ങളായിട്ട് അവർ പ്രാർത്ഥിക്കുന്ന ആരാധനകൾ, ദൈവത്തെ യേശു ക്രിസ്തുവിനെ ആരാധിക്കുന്നുണ്ടെന്നേ. അപ്പോൾ ആ ആരാധനയ്ക്കകത്ത് ഇപ്പം ഇദ്ദേഹം പറഞ്ഞ ഒരു വാക്കെന്ന് പറയുന്നത്, കാറ്റക്കിസം എന്ന ഒരു വാക്കിനെ എടുത്ത് അതിൻ്റെ അർത്ഥതലം ഒരുമാതിരി മതപരിവർത്തനം എന്ന് വരത്തക്ക രീതിയിൽ, ആ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ ആ രീതിയിലാണ് പുള്ളിക്കാരൻ്റെ സംസാരം. ഒന്നാമത് പള്ളിയിൽ പോകുന്നതൊക്കെ എന്തിനാന്നുള്ള രീതിയിലൊക്കെയാണ് പറയുന്നത്. അതിനോട് അനുബന്ധിച്ച് ഇങ്ങനെയും കൂടെ പറയുക. അപ്പോൾ ഇത് സഭയ്ക്ക് അല്ലെങ്കിൽ ക്രിസ്ത്യാനിയായ ഒരാൾ ഇതിനെപ്പറ്റി സംസാരിക്കുമ്പോൾ, ഇങ്ങനെയുള്ള തെറ്റിദ്ധാരണ പറയുമ്പോൾ, ഈ വിശ്വാസമില്ലാത്തൊരു മനുഷ്യർ, നിരീശ്വരവാദികളും ഈ ക്രിസ്ത്യൻ സമുദായത്തെ ആക്രമിക്കാനും ഇത് ശരിയല്ലെന്ന് പറഞ്ഞുകൊണ്ട് നടക്കുന്ന ഒരു വിഭാഗം ആൾക്കാർ പുറത്തുണ്ട്. ഒരു ചെറിയൊരു കാര്യം കിട്ടിയാൽ ആക്രമിക്കാനായിട്ട് അവർ പറയല്ല. അതിനകത്ത് നിന്നുകൊണ്ട് ആൾക്കാർ പറഞ്ഞു ഇതിനകത്ത് മതപരിവർത്തനം നടക്കുന്നതെന്ന് പറയല്ലേ. ഇതിനകത്ത് എവിടെയാണ് മതപരിവർത്തനം നടക്കുന്നത്? ഈ കാറ്റക്കിസം എന്ന് പറയുന്നത് വേദപാഠത്തിനാണെന്ന് പറയുന്നത്. ഞാൻ ഈ പറയുന്നത് പല സഭകളുണ്ട്. ഇപ്പോൾ ആരാധനാക്രമങ്ങൾ പല രീതിയിൽ പല സഭകൾ നടത്തുന്നുണ്ട്. എല്ലാം യേശുവിനെയാണ് പ്രാർത്ഥിക്കുന്നത്, വചനമാണ് പറയുന്നത്. അപ്പം കാറ്റക്കിസം നടത്തുമ്പോൾ ഇപ്പോൾ കാത്തലിക് സഭകാർ അത് ആ രീതിയിൽ അത് കൊണ്ടുപോകുന്നുണ്ട്, വേദപാഠം പഠിപ്പിക്കുന്നുണ്ട്. അതുപോലെ ഇപ്പം മർത്തോമ, യാക്കോബ, നേരത്തെ പറഞ്ഞ പോലെ പെന്തക്കോസ്ത് വിഭാഗം അടക്കമുള്ള എല്ലാവരും അവരുടെ കാറ്റക്കിസം നടത്തുന്നുണ്ട്. അവിടെയൊന്നും ഒരിടത്തും മതപരിവർത്തനം അല്ല ഈ നടക്കുന്നത്. അവിടെ നമ്മൾ യേശുവിനെ പറ്റിയാണ് പഠിക്കുന്നത്, യേശുവിൻ്റെ ചിന്തകളാണ്. അതുപോലെ വചനത്തിനെ എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കുകയും, അതുപോലെ ഒരു കുഞ്ഞ് വളർന്നു വരുമ്പോൾ അതിനെ വിശ്വാസത്തിലേക്ക് ആക്കി കൊടുക്കുകയും ഒരു സമൂഹത്തിനെ വളർത്തിയെടുക്കുകയാണ് ചെയ്യുന്നത്. അത് വിവിധ സഭകൾ അവരുടേതായ രീതികളാണ് നടത്തിക്കൊണ്ട് പോകുന്നത്. ഈ മതപരിവർത്തനം എന്ന് പറഞ്ഞൊരു വേർഡ് എടുത്ത് പറയുമ്പോൾ ഇന്നലെ അത് എത്രയോ പേരിൽ അത് എത്രയോ വിഷമം ഉണ്ടാക്കിയെന്നറിയോ. അപ്പോൾ ഒന്നാമത്തെ വിഷയം എന്നറിയോ, നമ്മുടെ ക്രിസ്ത്യൻ വിഭാഗത്തിലുള്ള എല്ലാ മനുഷ്യരും യേശു ക്രിസ്തുവിനെ ഫോളോ ചെയ്യാൻ ആഗ്രഹിക്കുന്ന, അദ്ദേഹത്തിൻ്റെ വാക്കുകളെ ചിന്തിച്ചു പോകുന്ന മനുഷ്യരായതുകൊണ്ട് അവർ ശാന്തരായിട്ട് പ്രാർത്ഥിക്കുക മാത്രം ചെയ്യും. അല്ലെങ്കിൽ ഇതിനൊക്കെ വലിയ രീതിയിലുള്ള പ്രതികരണം ഉണ്ടാകും. അപ്പോൾ ഈ പറഞ്ഞ യുവാവ് മനസ്സിലാക്കേണ്ടത്, നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഇപ്പം ഈ പറഞ്ഞു കേട്ട വിഷമിച്ച മനുഷ്യരൊക്കെ നിങ്ങൾക്ക് വേണ്ടി, നിങ്ങളുടെ കുടുംബത്തിന് വേണ്ടി പ്രാർത്ഥിക്കും. നിങ്ങൾക്ക് യാഥാർത്ഥ്യം തിരിച്ചറിയാൻ പറ്റണേ എന്നുള്ളത്.
ദൈവത്തിലേക്ക് അടുപ്പിക്കണേ എന്നുള്ളത്. അങ്ങനെ നിങ്ങൾ ദൈവത്തിൽ നിന്ന് ദൂരെ അകന്ന് വന്നിട്ട് ഒരു കാഴ്ച വസ്തു പോലെ കണ്ടിട്ട് അവിടെ എന്തോ നാടകം നടക്കുന്നത് അല്ലെങ്കിൽ കുർബാനയൊക്കെ പുള്ളി എന്തായിരിക്കും ചിന്തിക്കുന്നത് എനിക്കറിയത്തില്ല. ഇപ്പം പള്ളിയിൽ പോകുന്നതിനെ അങ്ങനെയുള്ള സാഹചര്യത്തെയൊക്കെ എന്തോ അറ്റ്മോസ്ഫിയറുമായിട്ട് ബന്ധപ്പെട്ട് ഒരു സൈലൻസ്, ഒരു സമൂഹത്തിന് മൊത്തമായിട്ട് സൈലൻസ്, മെഡിറ്റേഷൻ എന്തൊക്കെയോ അങ്ങനെയൊക്കെയാണ് പറയുന്നത്. അപ്പോൾ ഇതിൽ നിന്ന് മനസ്സിലാക്കുന്ന ഇദ്ദേഹത്തിന് ഇതേപ്പറ്റി യാതൊരു വിവരവുമില്ല, ഇതേപ്പറ്റി യാതൊരു ഐഡിയ ഇല്ലാത്ത ഒരാളാണ് ഈ കാര്യത്തെപ്പറ്റി പറയുന്നത്. ദൈവാരാധന എന്ന് പറയുന്നതും കുർബാന എന്ന് പറയുന്നതും അല്ലെങ്കിൽ വചനപ്രഘോഷണം എന്ന് പറയുന്നതും. അപ്പോൾ അവിടെ എന്താണ് സംഭവിക്കുന്നത് എന്താണെന്ന് എക്സ്പീരിയൻസ് ചെയ്യാതെ ഒരാൾ നിന്ന് പറയുകയാണ്. നമ്മളിപ്പോൾ താമസിച്ചുകൊണ്ടിരിക്കുന്ന ഈ നാട്ടിലെ ഒന്ന് ട്രാവൽ ചെയ്ത് നോക്കിക്കേ, ഇവിടെ എന്തോരം പള്ളികളാണ്, അതും എന്തോരം വലിയ പള്ളികളാണ്. കാലങ്ങൾക്ക് മുമ്പ് നിങ്ങൾ ഈ ചരിത്രം പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്കത് മനസ്സിലാവും. ഇത്രയും വലിയ പള്ളികൾ പണിതത്, എന്നിട്ട് ഈ പള്ളിക്കകത്ത് പോലും നിൽക്കാൻ പറ്റാത്തതിലധികം ആളുകൾ ദൈവത്തെ ആരാധിക്കാനായിട്ട് വന്നുകൊണ്ടിരുന്ന ഒരു രാജ്യമാണിത്. ആ സാഹചര്യമൊക്കെ മാറി ഇന്ന് ആ പള്ളികളൊക്കെ ആരൊക്കെയോ വാങ്ങുന്നു, അവിടെ വേറെ മതക്കാർ വരുന്നു, അതോടൊപ്പം ഈ പറയുന്നത് പോലെ ചില ബിസിനസ്സിലേക്ക് മാറുന്നു. അങ്ങനെ പല കാര്യങ്ങൾ നടന്ന് വിശ്വാസം നഷ്ടപ്പെട്ടൊരു സമൂഹമായി മാറിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യം നമ്മൾ കാണുന്നുണ്ട്. ഇപ്പോൾ നമ്മളൊക്കെ ചിന്തിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ മലയാളികളാണെങ്കിലും അല്ലെങ്കിൽ മറ്റുള്ളവരൊക്കെ ഇവിടെ വരുമ്പോൾ ഓരോരുത്തരുടെയും നിയോഗമാണ്. ഇപ്പോൾ എല്ലാവരും പറഞ്ഞ് നമ്മൾ നേഴ്സായിട്ട് വന്നു, അതായിട്ട് വന്നു, ഇതായിട്ട് അതിനെ അപ്പുറത്തേക്കായിട്ട് ഈ രാജ്യത്തെ വിശുദ്ധീകരിക്കാനായിട്ട് വന്നതാണ്, ഈ ജനതയെ വീണ്ടെടുക്കാനായിട്ട് വന്നതാണ്. ഓരോ മനുഷ്യരുടെയും ചിന്ത അതാണ്. മലയാളികൾ ഇവിടെ വന്നിരിക്കുന്നത് യൂറോപ്പിൻ്റെ നവീകരണത്തിനാണെന്ന് പൂർണ്ണമായിട്ടും ഞാനൊക്കെ വിശ്വസിക്കുന്നുണ്ട്. ഇപ്പോൾ ഈ പറയുമ്പോൾ നിങ്ങളൊക്കെ അങ്ങോട്ട് വിശ്വസിക്കില്ല. ഈ ജോച്ചോട്ടനൊക്കെ ജനിച്ചപ്പോൾ മുതൽ എന്ത് വിശ്വസിക്കും, ഇങ്ങനെയൊന്നും അല്ല. എൻ്റെ പിന്നെ ഞാനൊക്കെ പറയുന്ന ചീത്തവിളികളും ബഹളങ്ങളും ദേഷ്യവും വഴക്കും നിങ്ങൾക്കറിയാൻ വയ്യായിട്ടാണ്. പക്ഷേ കാലങ്ങൾ മാറി, പ്രായം മാറി, മക്കളൊക്കെ നമ്മുടെ മുന്നിൽ വളർന്നു വരുവാണ്. അവർക്ക് കൊടുക്കാൻ പണമല്ല ഉണ്ടാക്കേണ്ടതെന്നും അവർക്ക് ബിസിനസ് അല്ല കാണിച്ചു കൊടുക്കേണ്ടതെന്നും ദൈവത്തെയാണ് കാണിച്ചു കൊടുക്കേണ്ടത്. അതേ ഒരു സമൂഹത്തിന് നന്മയായിട്ട് വരില്ല, അവർക്ക് നന്മയായിട്ട് വരുവുള്ളൂ നമ്മൾ മനസ്സിലാക്കിയത് കൊണ്ട് നമ്മൾ മാറിയാലേ അതിന് മാറ്റം ഉണ്ടാവുള്ളൂ. ഇപ്പോൾ സഭയെ സംബന്ധിച്ച് പല വിഷയങ്ങൾ വരുമ്പോഴും അല്ലെങ്കിൽ മറ്റു പല പ്രശ്നങ്ങളൊക്കെ വരുമ്പോൾ ഞാനെടുത്ത് സംസാരിക്കുമ്പോൾ ആളുകളൊക്കെ ഇപ്പോൾ കഴിഞ്ഞ ദിവസം തന്നെ ഒരു തട്ടിപ്പുകാരൻ, ഒരു ചിട്ടി തട്ടിപ്പുകാരൻ, അത് ഈ സിറോ-മലബാർ സഭയിലെ പ്രധാനപ്പെട്ട ധ്യാന കേന്ദ്രങ്ങളിലെയൊക്കെ മുന്നിൽ വലിയ നായകനായിട്ട് നിന്ന് അല്ലെങ്കിൽ അതിൻ്റെ ധ്യാനങ്ങളൊക്കെ നടത്തുന്നിടത്തൊക്കെ പ്രധാനിയായിട്ട് നിന്നിട്ട് അവൻ വലിയ തട്ടിപ്പ് നടത്തി വിശ്വാസം നേടിയിട്ട്. അങ്ങനെയുള്ള ചില ദുഷ്ടന്മാരുണ്ട് ഇതിനകത്ത്. അപ്പോൾ അത് പറഞ്ഞപ്പോൾ അതിനിടയിൽ ഒരാൾ വന്ന് പറയുക, ഈ സഭ ഇവിടെ വരേണ്ട കാര്യം ഉണ്ടായിരുന്നോ, ഇതുകൊണ്ടല്ലേ ഈ കുഴപ്പങ്ങളൊക്കെ ഉണ്ടാകുന്നത്, നിങ്ങൾ ഇരട്ടത്താപ്പുകാരനാണ്, നിങ്ങൾ സഭയിലെ കുഴപ്പങ്ങൾ വരുമ്പോൾ അതിന് വേണ്ടിയിട്ട് കുട ചൂടി അവരെ മറച്ചു പിടിക്കും. ഞാൻ ഒരിടത്തും അങ്ങനെ ചെയ്തിട്ടില്ല. ഞാൻ സഭയിൽ നിന്നും അല്ല അച്ഛന്മാർക്ക് അവർക്കൊക്കെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ ഞാൻ അവരെയൊന്നും നിങ്ങൾ ഈ ബിഷപ്പായിരുന്ന ഫ്രാങ്കോയൊക്കെയാണോ പറഞ്ഞത്, ഞാൻ അയാളെ ഒന്നും മൈൻഡ് ചെയ്യുന്ന ആളൊന്നുമല്ല. എനിക്ക് അയാളെയൊക്കെ വെറുപ്പ് തന്നെയാണ്. ഞാൻ ആ കന്യാസ്ത്രീയുടെ കണ്ണീരിനോട് കൂടെ തന്നെയാണുള്ളത്. ഈ അച്ഛന്മാരും അവരൊക്കെ ഓരോ പ്രശ്നങ്ങളിലേക്ക് പറ്റി കുഴപ്പങ്ങൾ കാണിക്കുമ്പോൾ പലപ്പോഴും പല അച്ഛന്മാരുടെയൊക്കെ പ്രസംഗം ഞാൻ കേൾക്കുന്നത് അവർ മനുഷ്യരാണ്, ബലഹീനരാണ്. ഞാൻ ഒരിക്കലും അതിനോട് യോജിക്കുന്നതല്ല. എൻ്റെ പേഴ്സണലാണ് പറയുന്നത്. അവർ മനുഷ്യരാണ്, അവരാ ലോഹയൊക്കെ ഊരി വെച്ച് മനുഷ്യ വേറെ രീതിയിലൊക്കെ ജീവിച്ചോണം. നമ്മളവരെ അഭിഷിക്തരായിട്ടാണ് കാണുന്നത്. വിശ്വാസ സമൂഹം അവരെ അഭിഷിക്തരായിട്ടാണ് കാണുന്നത്. അപ്പോൾ അവർ കുറച്ച് സാക്രിഫൈസ് ചെയ്യണം, അവർ തീർച്ചയായും വിശ്വാസത്തിൽ നിൽക്കണം. അവർ ഈ പറഞ്ഞ ബലഹീനതയും കാര്യങ്ങളൊന്നും പറഞ്ഞുകൊണ്ട് വരണ്ട. നിങ്ങൾ ദൈവത്തുമായിട്ട് നിരന്തരം സമ്പർക്കം ചെയ്യുന്നതാണ്, ദൈവത്തിൻ്റെ പ്രതിപുരുഷനാണെന്ന് വിശ്വാസികളായ ഞങ്ങൾ വിശ്വസിക്കുമ്പോൾ, നിങ്ങൾ പ്രാർത്ഥിച്ച് അഭിഷേകം പൂണ്ടവരാണെന്ന് നമ്മൾ വിശ്വസിക്കുമ്പോൾ നിങ്ങളെ ഒന്ന് തൊട്ടാൽ നിങ്ങളുടെ പ്രാർത്ഥന അറ്റൻഡ് ചെയ്താൽ ദൈവാനുഭവം കൂടുതലായിട്ടുണ്ടാവുമെന്ന് വിശ്വസിച്ച് വരുന്ന ഞങ്ങൾക്ക് നിങ്ങളുടെ ബലഹീനതയൊന്നും കേൾക്കാൻ താല്പര്യമില്ല. ആ കാര്യം പറയാൻ വേണ്ട. ഇനി എന്നെ ബന്ധപ്പെടുത്തി ഞാൻ പറയുകയാണ്, ഞാൻ ഒരു കുഴപ്പക്കാരനായ ഒരു അച്ഛനെയും സപ്പോർട്ട് ചെയ്തിട്ടില്ല. അത് ഒരുത്തരെയും ഒരു കുഴപ്പക്കാരായ ഒരു സഭയ്ക്ക് വേണ്ടി ഞാൻ നിന്നിരിക്കുന്നത് മുഴുവൻ ഞാൻ ദൈവത്തിന് വേണ്ടി നിന്നിട്ടേ ഉള്ളൂ. അതും പൂർണ്ണമായിട്ടും തികയുന്നില്ല. കാരണം ബലഹീനനാണ് ഞാനൊക്കെ, പാപിയാണ് ഞാനൊക്കെ. ദൈവത്തിൻ്റെ കാലം കെട്ടിപ്പിടിച്ച് നിൽക്കുക, ദൈവമേ പ്രശ്നങ്ങളിലോട്ട് പോകുന്നു, എന്നെ ഒന്ന് പിടിക്കുക, എന്നെ ഒന്ന് ചേർത്ത് നിർത്ത്. കൊച്ചുങ്ങളെ ഞാൻ കാരണം എൻ്റെ കൊച്ചുങ്ങൾക്കൊരു കുഴപ്പമുണ്ടാവല്ലേ, കുടുംബത്തിനൊരു കുഴപ്പമുണ്ടാകത്തില്ലേ, ഭാര്യ മക്കൾ ബന്ധുക്കൾ അവർക്കാർക്കും ഞാൻ കാരണം ഒരു കുഴപ്പമുണ്ടാവരുതേ എന്ന് പറഞ്ഞ് വിശ്വാസത്തിലോട്ട് ഓടിപ്പോകുന്ന മനുഷ്യനാണ് ഞാൻ. വിശ്വാസിയാകാൻ പൂർണ്ണമായിട്ട് വിശ്വസിക്കാൻ ആഗ്രഹിക്കുന്ന ആളാണ് ഞാൻ. അങ്ങനെയുള്ള ഇപ്പം ഞാൻ പറഞ്ഞത് നമ്മളൊക്കെ ഇത് കണ്ട് പേടിച്ച് ഈ ഒരു വിശ്വാസത്തിലൂടെയൊക്കെ ഓടി വരുന്നത് എന്തുകൊണ്ടാണ്? വിശ്വാസം നഷ്ടപ്പെട്ട് തകർന്ന് തരിപ്പണമായി എന്തൊക്കെയാണ് ഇവിടെ നടക്കുന്നത് നിങ്ങൾ കണ്ടില്ലേ? ആണേതാ പെണ്ണേതാ അതെന്നാ ഇതെന്നാ. ഇതിപ്പോൾ ഒത്തിരി പറഞ്ഞത് കോൺട്രവേഴ്സി ആയിപ്പോയി. ആർക്കും ആരെയും കെട്ടാം, ആരുടെ കൂടെ അമ്മയുടെ പ്രായമുള്ളതിനെ കെട്ടാം, അപ്പൻ്റെ പ്രായമുള്ളതിൻ്റെ കൂടെ കെട്ടാം, പെണ്ണിനെ ആണിനെ എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ അങ്ങ് ജീവിക്കുമല്ലേ, ഒരു കുത്തൊഴിഞ്ഞ രീതിയിലോട്ട് പോകല്ലേ. അപ്പോൾ ക്രിസ്ത്യാനിയായ നമുക്ക് ഉള്ള ഏറ്റവും വലിയ മാനുവലാണ് നമ്മുടെ ബൈബിള്. അതിന് പ്രകാരം നമ്മൾ ജീവിക്കാൻ ശ്രമിക്കുക. നമുക്ക് കാണിച്ചു കൊടുക്കാൻ നമ്മുടെ മക്കൾക്ക് അതേ ഉള്ളൂ. അപ്പോൾ അങ്ങനെ ഒരു വിശ്വാസ സമൂഹം ഞാൻ ഇന്നും പൂർണ്ണമായിട്ടും വിശ്വസിക്കുന്നുണ്ട്. ഈ യൂറോപ്പിനെ നവീകരിക്കും. അതും ഈ മലയാളികൾ ഒരുപാട് വിശ്വാസ സമൂഹമുണ്ട്, കരഞ്ഞു പ്രാർത്ഥിക്കുന്നവരുണ്ട്. അപ്പം ഞാൻ പറഞ്ഞു ഇങ്ങനെ ഇല്ലാത്ത ചോരത്തിളപ്പിനകത്ത് വന്ന് ഈ പിള്ളേരൊക്കെ ഇതുപോലെ പുതിയ ആൾക്കാരൊക്കെ വന്ന് ഇതുപോലെ വന്ന് വലിയ ഇൻഫ്ലുവൻസേഴ്സായ ജനക്കൂട്ടത്തിൻ്റെ നടുക്ക് എന്ന് വെച്ച് അവരിങ്ങനെയുള്ള കാര്യങ്ങൾ പറഞ്ഞാൽ ഒരു പരിധി വരെ വിശ്വാസത്തിലേക്ക് കുഞ്ഞുങ്ങളെയും അല്ലെങ്കിൽ ചെറുപ്പക്കാരെയും ചേർത്തണയ്ക്കാനായിട്ട് കൊണ്ടുവരാനായിട്ട് വലിയ ശ്രമം
പല സഭകളും നടത്തുന്നിടത്ത് ഈ കാറ്റക്കിസം ഒക്കെ പഠിക്കുന്നത് മതപരിവർത്തനമാണെന്നൊക്കെ ഇങ്ങനെ വിളിച്ചു പറഞ്ഞാൽ, പള്ളിയിൽ പോകുന്ന നിങ്ങൾ പറഞ്ഞാൽ ഈ ശാന്തത അല്ലെ അറ്റ്മോസ്ഫിയർ, കൂട്ടം കൂടി അറ്റ്മോസ്ഫിയർ, അതൊന്നും അല്ല. നിങ്ങൾ പ്രാർത്ഥനയിലോട്ട് വരണം, നിങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കും. ആ ചെറുപ്പക്കാരനോടാണ് പറയുന്നത്, പേരെടുത്തൊന്നും പറയുന്നില്ല, അങ്ങനെ പറയാൻ പാടില്ലല്ലോ. അപ്പോൾ ഈ പറഞ്ഞു വന്നത്, നമ്മളറിയത്തില്ലാത്തൊരു കാര്യത്തെപ്പറ്റിയൊക്കെ നമ്മൾ പ്രത്യേകിച്ച് നമ്മുടെ സഭയെ, നമ്മുടെ ക്രിസ്ത്യൻ സമുദായത്തിനെയൊക്കെ ഏറ്റവും കൂടുതൽ പല രീതിയിലും പിശാചുകൾ ആക്രമിച്ചുകൊണ്ടിരിക്കുന്ന കാലഘട്ടങ്ങൾ, ദുഷ്ടമനുഷ്യർ ആക്രമിച്ചുകൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ നമ്മളും കൂടെ ക്രിസ്ത്യൻ നാമധാരിയാണെന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ കയറി നിന്നിട്ട് ഇതൊക്കെ ഇതിനകത്ത് കുഴപ്പം, ഇതിനകത്ത് മതപരിവർത്തനമാണെന്നൊക്കെ പറഞ്ഞാൽ അല്ലേ തന്നെ നമ്മുടെ അവിടെ ഇവിടെയൊക്കെ പോയി പ്രാർത്ഥിക്കുന്ന പാസ്റ്റർമാരും അച്ഛന്മാരും കന്യാസ്ത്രീമാരെയും ഒക്കെ ആക്രമിച്ചുകൊണ്ടിരിക്കുന്നൊരു കാലഘട്ടമാണ്. ആ സമയത്താണ് നിങ്ങളിങ്ങനെയുള്ള കാര്യങ്ങൾ പറയുന്നത്. ഇതൊക്കെ നമ്മുടെ ശത്രുക്കളെടുത്ത് വടിയായിട്ട് ഉപയോഗിക്കുകയല്ലേ, നമ്മളെ ആക്രമിക്കാനായിട്ട് ഉപയോഗിക്കുകയല്ലേ. അപ്പോൾ അറിയത്തില്ലാത്ത കാര്യത്തെപ്പറ്റി അറിയാനായിട്ട് ശ്രമിക്കണം. ഈ പറഞ്ഞ പോലെ തകർക്കപ്പെട്ട മനുഷ്യരുണ്ടെന്നേ, രോഗികളും ഭാവികളും വീണുപോയ മനുഷ്യർ, ജീവിതത്തിൽ വീണുപോയ എത്രയോ മനുഷ്യരുണ്ട്, നിങ്ങൾ കണ്ടിട്ടില്ല. നിങ്ങൾക്ക് കണ്ണു തുറന്ന് നോക്കണം ഇവിടെയുള്ള തലമുറകൾക്കൊക്കെ എന്നാ സംഭവിച്ചതെന്ന്, മുമ്പിൽ വന്ന തലമുറകൾക്കൊക്കെ സംഭവിച്ചത് എന്താണെന്ന് ചിന്തിച്ച് നോക്കണം. മദ്യമതിരാശിയൊക്കെ ആയിട്ട് അങ്ങനെ നമുക്ക് എല്ലാത്തിനും ഒരു സമയമുണ്ട്, എല്ലാത്തിനും ഒരു കാലഘട്ടമുണ്ട്. അതൊന്നും കൊണ്ട് നമുക്ക് കംപ്ലീറ്റ് ജീവിതം മുമ്പോട്ട് പോകാൻ പറ്റത്തില്ല. ഞാൻ ആരും ഉപദേശിക്കുന്നില്ല. പക്ഷേ ഈ ഒരു പൊതുവായിട്ടിത് പറഞ്ഞപ്പോൾ ഇതിന് നമ്മൾ മറുപടി പറഞ്ഞല്ലേ പറ്റുള്ളൂ, അതുകൊണ്ട് പറഞ്ഞതാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു നിർത്തുവാണ്. ഈ പറയുന്ന വിഷയം യാതൊരു ബന്ധമില്ലാത്ത കാര്യമാണ് ആ യുവാവ് പറഞ്ഞത്. അദ്ദേഹത്തിന് ഇതിനെപ്പറ്റി എക്സ്പീരിയൻസ് ഇല്ല. അദ്ദേഹം പറഞ്ഞ അല്ല ഇതിനകത്ത് സത്യം. കാറ്റക്കിസം അല്ലെങ്കിൽ വേദപാഠ പഠനം എന്ന് പറയുന്നത് മതപഠനങ്ങൾ പലയിടത്തും പഠിപ്പിക്കുന്നുണ്ടല്ലോ, അത് മുഴുവൻ മതസ്പർദ്ധ വളർത്താനോ അപരവിദ്വേഷം ഒരിക്കലുമല്ല. നമ്മുടെ യേശുക്രിസ്തു പഠിപ്പിക്കുന്നത് നിന്നെപ്പോലെ നിൻ്റെ അയൽക്കാരനെ സ്നേഹിക്കാനാ, സ്നേഹം മാത്രം പഠിപ്പിക്കുന്ന ഒരു സമുദായമാണിത് ക്രിസ്ത്യൻ സമുദായം. അപ്പോൾ അതിനകത്ത് നിന്ന് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറയുമ്പോൾ അങ്ങനെയുള്ള ആൾക്കാരെ നമ്മൾ ആ വാക്കിനെ തള്ളിക്കളയുന്നു. അതല്ല എന്ന് പറയാൻ ഓരോരുത്തരും നിയോഗിക്കപ്പെട്ടവരാണ്, നിയോഗമുള്ളവരാണ്. ഓരോ ആളുകളും അത് വിളിച്ചു പറയേണ്ടതാണ്. നമ്മൾ കുർബാന കഴിഞ്ഞ് ഇറങ്ങുമ്പോൾ ആശീർവദിക്കപ്പെട്ട് നമ്മളോട് പറയുന്നത് എന്താ, ലോകമെമ്പാടും പോയി നിങ്ങൾ ദൈവവചനം ഉദ്ഘോഷിക്കുവാൻ ഇല്ല എന്നല്ലേ പറയുന്നത്. അപ്പം നമ്മൾ ഇങ്ങനെയുള്ള വാക്കുകളൊക്കെ കേൾക്കുമ്പോൾ അത് തിരുത്താനും അല്ലെങ്കിൽ പൊതുജനത്തിലോട്ട് ഇതുപോലെ ആളുകൾ കാണുന്ന ഒരു യുവാവൊക്കെ എന്നത് പറയുമ്പോൾ അതല്ലെന്ന് നമ്മളെ 10 പേര് കേൾക്കുന്നുണ്ടെങ്കിൽ അവരോട് നമുക്കത് ബോധ്യപ്പെടുത്താനായിട്ടുണ്ട്. അപ്പം നമ്മളെ അറിയത്തില്ലാത്ത, കേട്ടിട്ടില്ലാത്ത, കണ്ടിട്ടില്ലാത്ത ആൾക്കാരത് വിശ്വസിച്ച് പോകും. അതുകൊണ്ടാണ് കേട്ടോ. ഓക്കെ, എന്നാൽ താങ്ക് യു, ബൈ.